ഹലോ നമസ്കാരം കൂട്ടുകാരെ, ഞാൻ അബൂബക്കർ തിരുനാവായ. ഞാനെന്നുള്ളത് ബൈക്കിൻ്റെ ഒരു വർക്ക്ഷോപ്പിലാണ്. കാരണം നമ്മളെ ബൈക്കൊക്കെ സാധാരണ എല്ലാവരുടെ കയ്യിലുള്ളത് എല്ലാവരും ഉപയോഗിക്കുന്നതുമാണ്. എന്നാൽ അതിന് കേടുപാടുകൾ സംഭവിക്കാം. പക്ഷേ ചില വർക്ക്ഷോപ്പിൽ നിന്ന് നമ്മൾ കേടില്ലാത്തത് അതല്ലെങ്കിൽ അതിന് കംപ്ലൈൻറ്റ് അറിയാതെ പറയുന്ന മെക്കാനിക്കുകൾ ഉണ്ട്. മലയാളികളിലും എല്ലാവരും ഇല്ല, നല്ല മലയാളികൾ ജോലിക്കാരുണ്ട്, നല്ല പണിക്കാരുണ്ട്, നല്ല മെക്കാനിക്കുണ്ട്. പക്ഷേ എന്നിരുന്നാലും അറിയാത്ത ചില കാര്യങ്ങൾ നമ്മുടെ മെക്കാനിക്കുകളൊക്കെ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മളും ഇതുപോലെ ജോലിക്ക് പോകുന്നവരോ ആയാലും എങ്ങനെ ഇന്ത്യയിലും ബൈക്ക് കാര്യമായിട്ട് നമ്മൾ നിത്യ ഒരു ഉപയോഗം തന്നെ എന്ന് പറയാം. അപ്പോൾ അതിനെ സംബന്ധിച്ചാണ് ഇന്ന് എൻ്റെ വീഡിയോ. ഈ ബൈക്ക് ഞാനും ഉപയോഗിക്കുന്ന ബൈക്കാണ്. പഴയ മോഡലാണെങ്കിൽ കൂടി എൻ്റെ ഈ ബൈക്കിനായിരുന്നു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. ഹോണ്ട ഡെസ്ലർ പഴയ വണ്ടിയാണ്. മിക്ക പാർട്സുകളും ഇന്ന് കിട്ടാനില്ല. ഇപ്പോൾ ഈ വണ്ടി ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ് നമ്മുടെ ബൈക്ക് ശരിയാക്കിയ നമ്മുടെ കൽക്കത്ത വെസ്റ്റ് ബംഗാൾ. ക്യാ നാമ? അജിബുല്ല. കാരണം 3 പ്രാവശ്യം ഞാൻ മലയാളിയുടെ വർക്ക്ഷോപ്പ് കൊണ്ടുപോയിട്ട് എൻ്റെ ബൈക്ക് സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു. പക്ഷെ അവർ പറഞ്ഞത് സെൽഫ് മോട്ടറിലാണ് എന്ന് പറഞ്ഞ് ഞാൻ അത് വാങ്ങാൻ വേണ്ടി പോയപ്പോൾ ആ വാങ്ങുന്ന കടക്കാരൻ എന്നോട് പറഞ്ഞത് നിലവിലുണ്ട്. കാരണം എൻ്റെ ഈ ബൈക്ക് കൂടുതൽ ഇതിൻ്റെ പാർട്സുകൾ കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ കടയിൽ പോയിട്ട് അന്വേഷിച്ചപ്പോൾ സാധനം അവിടെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കണ്ടപ്പോൾ പറഞ്ഞ് ഇത് സെൽഫ് മോട്ടറിലല്ല. 3 മെക്കാനിക്ക് മലയാളി എന്നോട് പറഞ്ഞതാണ് അത് സെൽഫ് മോട്ടറിലാണെന്നുള്ളത്. എന്നിട്ട് നമ്മൾ കേരളക്കാരനല്ലാത്ത ഈ കൽക്കത്തക്കാരൻ ഇവിടെ വന്നപ്പോൾ അവർ മറ്റൊരു ബാറ്ററി വെച്ച് നോക്കി എൻ്റെ വണ്ടി ഉടനെ സ്റ്റാർട്ടാക്കി തന്നു. ഈ കടയിൽ നിന്ന് തന്നെ ഞാൻ ബാറ്ററി പുതിയത് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ എൻ്റെ വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നതുപോലെ മലയാളികൾ എല്ലാവരും പിന്നെ പണി അറിയാത്തവരെന്നല്ല പറയുന്നത്. മലയാളികൾ നല്ല മെക്കാനിക്കന്മാരുണ്ട്. പക്ഷേ നമ്മൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, അന്യ സംസ്ഥാന ആൾക്കാർ ഇവിടെ വന്നാൽ അവർ ശരിയായ ജോലിക്കാരായിരിക്കില്ല എന്നൊക്കെ. അതിൻ്റെ ഒരു തെളിവാണ് ഈ എന്താ പേര്, അജിബുല്ല കൽക്കത്ത. അപ്പോൾ അതൊന്ന് പരിചയപ്പെടുത്താൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഞായറാഴ്ച ദിവസം. ഇന്ന് എനിക്കും ലീവാണ്. പക്ഷേ ഞായറാഴ്ച ഞായറാഴ്ച 2 മണിക്കൂറും ഇവിടെ അതും നല്ലൊരു ഉപകാരം തന്നെയാണ്. കാരണം എല്ലാ വർക്ക്ഷോപ്പുകളും ഞായറാഴ്ച ഉണ്ടാകാറില്ല. പക്ഷേ എന്തെങ്കിലും നമ്മൾ അർജൻറ്റ് പണിയുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ ഞായറാഴ്ച അവർ തുറക്കണമുണ്ട്. ഇത് ഞാൻ സ്ഥലമൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമ്പറും ഇവരെ വർക്ക്ഷോപ്പ് ഇവിടെ നമ്മുടെ അടുത്ത് തന്നെയാണ്. മൂടാൽ കഞ്ഞിപ്പുര ചുങ്കം പിന്നെ പൂടാൽ റോഡാണ്, ബൈപ്പാസ് റോഡാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ നമ്മൾ അന്യ സംസ്ഥാന തൊഴിലാളിയാണ് നമ്മൾ നിഷേധിച്ച് തള്ളുന്നത് ഒരിക്കലും ശരിയല്ല. ആ ജോലിക്കാരനാണോ എന്ന് നമ്മൾ അംഗീകരിക്കുക, നമ്മൾ പണിയെടുപ്പിക്കുക. ഇതാണ് നമ്മുടെ ബൈക്ക് വർക്ക്ഷോപ്പ് കേട്ടോ. ഈ എംപയർ കോളേജുണ്ട് ഇവിടെ കഞ്ഞിപ്പുര മൂടാൽ റോഡിൽ എംപയർ കോളേജ് ചുങ്കത്തു നിന്ന് വരുന്ന റോഡാണ്. ഇങ്ങനെ പോകുന്ന മൂടാലുകൾക്കാണ്. പക്ഷെ നമ്മൾ ഈ വർക്ക്ഷോപ്പിൽ വന്നാൽ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാം അവിടെ വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ എല്ലാ കംപ്ലൈൻറ്റും ഇവിടെ അതിന് വേണ്ട അത്യാവശ്യം സാധനങ്ങളൊക്കെ ഈ കടയിലുണ്ട്. അത്യാവശ്യമല്ല, ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മളെ ഈ വർക്ക്ഷോപ്പിൻ്റെ ഓണർ. അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് മലയാളികളാണ് മെക്കാനിക്ക് എല്ലാവരും എന്നൊരു കണക്കൂട്ടിൽ അത് തെറ്റിദ്ധാരണയാണ്. ബാറ്ററി ചാർജ് കറക്റ്റ് എല്ലാ വാഹനത്തിൻ്റെ മോട്ടോർ ബൈക്കിൻ്റെ എല്ലാ പണികളും ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ 3 വർക്ക്ഷോപ്പ് പറഞ്ഞ മെക്കാനിക്കിനും ആ വർക്ക്ഷോപ്പും പറയുന്നില്ല. കാരണം ഓരോരുത്തർക്കും അന്നമാണല്ലോ വിഷയം, വയറ്റുപേപ്പ്. അതുകൊണ്ട് ഞാൻ ആ വർക്ക്ഷോപ്പിൻ്റെ പേരും മെക്കാനിക്കിൻ്റെ പേരൊന്നും പറയുന്നില്ല. അത്രേ പറയാനുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ അബൂബക്കർ തിരുനാവായ.